യാത്ര തിരിച്ചിട്ടുണ്ട്. ഉൾക്കാടാണ് കേട്ടോ. വീണ്ടും പറഞ്ഞു പോവുകയാണ്. കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ, നമ്മൾ നേരത്തെ നിന്നില്ലേ ആ മങ്കയത്തിൽ നിന്ന് 1 കിലോമീറ്റർ ഉള്ളിലെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല എന്താണെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ പകുതി വഴി എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു തിരിച്ചു പോകാമോ എന്ന് ചോദിച്ചു കൂടെ വർക്ക് ചെയ്യുന്ന ആളോട്. പുള്ളി പറഞ്ഞ കുഴപ്പമില്ല, മുന്നോട്ട് പോകാമെന്ന്. എന്തായാലും എനിക്ക് പേടിയാവുന്നു, സത്യം പറയാമല്ലോ. നല്ല പേടിയുണ്ട്. പിന്നെ റോഡ് ഒരു കുഴപ്പമില്ല. ആ ഒരു മാത്രമേ ഉള്ളൂ ഒരു ഭയമില്ലാത്തത്. നമ്മുടെ ചില ടൂറിസ്റ്റ് പ്ലേസുകളിലൊക്കെ പോകുമ്പം ട്രെക്കിംഗ് ഏരിയയാണ്, ഭയങ്കരമായിട്ട് ഡേഞ്ചറായിട്ട് റോഡുകൾ ഭയങ്കര മോശമായിരിക്കും അത്രയും. പക്ഷേ ഇവിടെ ആ ഒരു സംഭവമില്ല. അതുകൊണ്ട് ഒരല്പം ആശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിത് ബ്രൈമോർ എസ്റ്റേറ്റിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. വണ്ടി ഇതേ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തോട്ട് കയറ്റുന്നില്ല. ചേട്ടൻ ഇവിടെ നിൽപ്പുണ്ട്. ചേട്ടനോട് ചോദിക്കാൻ ഞാൻ വീണ്ടും പറഞ്ഞു പോവുകയാണ്. ഒന്നും എനിക്കറിയില്ല കേട്ടോ ഇതിനെക്കുറിച്ച്. ചേട്ടാ, ഈ എസ്റ്റേറ്റിനകത്തെ എന്തൊക്കെയാണ് കാണാൻ കാഴ്ചകൾ, എന്താണ് ഒന്നും അറിയില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാനിത് എന്താ പറയുക കേട്ടിട്ടുണ്ടെങ്കിലും ഇതിലെ കാഴ്ചകളൊന്നും എനിക്കറിയില്ല. എന്താണ് ഇതിനകത്തുള്ളത്? ബ്രൈമോർ എന്ന് പറയുന്നത് തന്നെ ഇംഗ്ലണ്ടിന്റെ സ്ഥലപ്പേരാണ്. ആണോ? പുതിയൊരു അറിവ്. യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണം. ബ്രൈമോർ. അത് AD 1880 ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് ഒരു ബംഗ്ലാവ് പണിതു, അവിടെ താമസം. അതിനുശേഷം അവർ ടീ പ്ലാന്റ് ചെയ്യുകയും 83 ഒരു ടീ ഫാക്ടറി പണിതു. അപ്പം ഇങ്ങനെ അവർ ടീ എസ്റ്റേറ്റ് ആയിരുന്നു പഴയ കാലത്ത്. AD-യിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന സന്ദർശകർക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ പോയാൽ ആ ബംഗ്ലാവ് ഇപ്പം സന്ദർശകർക്ക് പോയി റെസ്റ്റ് ചെയ്യാനും ഔട്ട്സൈഡാണ് ഫോട്ടോ സീനറി ഉള്ളൊരു പ്ലേസാണ്. അവിടെ നിന്ന് 1 കിലോമീറ്റർ ഓഫ് റോഡ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ സാധാ കാർ കയറി പോകുന്ന ആ ഒരു ഓഫ് റോഡ് കയറി ചെല്ലുമ്പോൾ ഒരു ഹെലിപ്പാഡ് ഗ്രൗണ്ട്, അവിടെ വിശാലമായ ഒരു ഗ്രൗണ്ടാണ്. അതിൻ്റെ അടുത്തൊരു ചെറിയ ഫാൾസ് ഉണ്ട്. ഒരു അപകടമില്ല. അതിനകത്ത് ഇറങ്ങി നിന്ന് വാട്ടർഫാളിൽ നിന്ന് കുളിക്കാം. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുളിക്കാനും ഫോട്ടോസ് എടുക്കാനും റെസ്റ്റ് ചെയ്യാനുള്ള നാച്ചുറൽ ഏരിയ, മോഡേൺ ആയിട്ടല്ല. ഇപ്പോൾ രാവിലെ നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് കരുതി വരിക, കടകളൊന്നുമില്ല. ഫുഡ് കരുതി വന്നാൽ നിങ്ങൾക്ക് ഫുഡ് കഴിച്ച് കുളിച്ച് കുഞ്ഞുങ്ങളുമായിട്ട് ഹാപ്പി ആയി പോവാം. യാതൊരുവിധ അഡിക്കേഷൻ ഉള്ളൊരു പ്ലേസ് അല്ല. കുളി എന്ന് പറയുമ്പം ഇപ്പോൾ പൂർണ്ണമായിട്ട് ലേഡികളൊക്കെ വരുമ്പോൾ കുളിക്കാൻ സൗകര്യമുണ്ട്. അപ്പോൾ അവർ മടിക്കും. കാരണം ഇത് ടൂറിസം മേഖലയല്ലേ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ടീമിനെ മാത്രം ഒരു സ്ഥലത്ത് കുളിക്കാൻ അനുവദിക്കും. ആണോ? അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടോ? പ്രൈവസി കൂടുതലാണ്. അപ്പം നമ്മൾ ഫാമിലി കുളിച്ച് മാറി വന്നതിന് ശേഷമേ അടുത്ത ആ കടവിൽ ഒരാളിന് അതിലൂടെ ഇല്ല. കാരണം അതിന് വേണ്ടുന്ന 3-4 നാച്ചുറലായിട്ടുള്ള ഫാൾസ് ഒന്നാണ് മറ്റ് കടവുകൾ. അത് മുങ്ങി കുളിക്കത്തക്ക അപകടമില്ലാത്ത ചെറിയ ഫാൾസ് ഉണ്ട്. ഇനി ഏത് വേനൽ വന്നാലും നമുക്കിവിടെ വെള്ളം കുറവും, അളവ് കുറയും. പക്ഷേ ഐസോലേറ്റഡ് വാട്ടറാണ്, ശുദ്ധമായ വായുവാണ്. അത് എപ്പോഴും ഇവിടെ നിലനിൽക്കും. ഉണ്ട്. നമ്മളെ കമ്പനി വെച്ചേക്കുന്നത് ഒരാൾക്ക് 200 രൂപ ഒരു ദിവസത്തേക്ക് പാക്കേജ്. അപ്പം അവർക്ക് വന്ന് ഇഷ്ടം പോലെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കുളിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് റെസ്റ്റ് ചെയ്ത് പോകുന്നതിന് വേണ്ടി അത് രാവിലെ വന്നാൽ 5 മണി വരെ നമുക്കിവിടെ പറ്റും. പുറപ്പെട്ട് മറ്റും ഓടണ്ട, അങ്ങനെയൊക്കെ ഉള്ളൊരു നാച്ചുറൽ പ്ലേസാണ്. ഫുഡ് നമുക്ക് കൊണ്ടുവരണം. ഇവിടെ കടകളില്ല. ഇനി നമ്മൾ ഇതിനകത്ത് ഒരു 6 കോട്ടേജ് പോലെ ഉണ്ട്. കോട്ടേജാണ്, സ്റ്റേ ചെയ്യാനുള്ള കോട്ടേജാണ്. അത് 6 സ്ഥലത്താണ്. അതായത് നമ്മൾ താമസിക്കുന്നിടത്ത് ക്യാമ്പയറോ മ്യൂസിക്കോ കുട്ടികളുടെ ഡാൻസോ പ്രോഗ്രാം അറേഞ്ച് ചെയ്താൽ അടുത്ത ടീം അവിടെ വരാനോ ആ ഭാഗത്തോട്ട് കാണാനോ പറ്റും. ദൂരെയുള്ള കോട്ടേജാണ്. അത് കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് കമ്പനി നമ്പർ നമ്മൾ പറയുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞാൽ താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം. അത് 2 ഡേയും 1 നൈറ്റുമാണ്. കാര്യം രാവിലെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ എപ്പോഴും വന്നാലും പിറ്റേ ദിവസം വൈകുന്നേരം വെക്കേറ്റ് ചെയ്താൽ അങ്ങനെയാണ് ഇതിനകത്തുള്ള നമ്മളെ ഇനി 200 രൂപ മാത്രമല്ല. ഇനി ആ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ഫാക്ടറി ഇന്ന് നമുക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാനൊരു
നിലവിലുണ്ട്. അപ്പോൾ അത് തേയില നമ്മുടെ മുപ്പടി നിലവിൽ പല സ്ഥലങ്ങളിലും ഫാക്ടറി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ഓരോന്നിൻ്റെയും മിഷൻ്റെ കഥകൾ എന്താണെന്ന് ആരും പറയില്ല. ഈ AD 1883 കറണ്ട് എന്നുള്ള സമ്പ്രദായം ഇവിടെ ഇല്ല. അപ്പോൾ പിന്നെ എങ്ങനെ ഈ ഫാക്ടറി ഓടി? അതാണ് നമ്മുടെ ഈ ഫാക്ടറിയുടെ കഥ. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാണ് ഓടിയത്, എങ്ങനെയാണ് പൊടിക്കുന്നത്, എങ്ങനെയാണ് അരിക്കണത്, അങ്ങനെയൊക്കെയുള്ള തേയിലയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഞങ്ങളിവിടെ പറഞ്ഞു കൊടുക്കും. കാരണം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ കുട്ടിക്കും കൂടെ പറഞ്ഞു തരണം. എന്തായാലും വളരെ താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് ഈ ഫാക്ടറി എസ്റ്റേറ്റ് ഇയർ ഇത് എഴുതി വെച്ചിട്ടുണ്ട് 1883 AD ആണ്. ഇത് എന്ത് പറയാനാണ്? അകത്ത് കയറാം. പഴയ കാലത്ത് ഈ പെട്ടെന്ന് ചെയ്തിട്ട് പ്രോത്സാഹിച്ചല്ല, ഇതേ ഉള്ളായിരുന്നു നമുക്ക്. ഇപ്പോഴാണ് നമുക്ക് സംവിധാനങ്ങൾ മാറി, മൊബൈൽ വന്നു. ഇപ്പം ഈ പോസ്റ്റ് ഓഫീസ് ആർക്കൊരു മാർക്കറ്റില്ല. അന്ന് ലെറ്റർ നമ്മൾ ഇതാണ് സൂക്ഷിക്കുന്നത്. അതെ അതെ അതെ, ഇന്ന് ഇല്ല സംഭവം അല്ലേ മൊബൈല് കാലഘട്ടത്തിൽ. ഇപ്പം അതിന് സൂക്ഷിക്കണം. ഈ ഫാക്ടറി 120 അടി നീളമാണ് ഈ ഫാക്ടറിയുടെ നീളം. ശ്രദ്ധിക്കുക, ഈ ഒറ്റ സ്റ്റാർട്ടിലാണ് ഇതിനകത്ത് കാണുന്ന വിഷയങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്. ഒറ്റ സ്റ്റാർട്ടാണ്. അപ്പോൾ ഈ ഒറ്റ സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഇതിങ്ങനെയെന്ന് ചോദിക്കുക. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വീഡിയോയില്, കണ്ടില്ലാത്ത കാലഘട്ടം അന്ന് എങ്ങനെയാണ് ഇത് ഓടിയെന്നുള്ളത്. അത് ഈ കാണുന്ന പുഴയുടെ 2 കിലോമീറ്റർ 2-3 കിലോമീറ്റർ ഏകദേശം മുകളിൽ ഡാം കെട്ടി ഈ കുന്നിൻ്റെ മുകളിൽ, തൊട്ട് കാണുന്ന കുന്നിൻ്റെ മുകളിൽ വെള്ളം കൊണ്ടുവന്ന് അവിടെ നിന്ന് ഇതിനകത്ത് ചാടിച്ച് ടർബൈൻ. അതാണ് ബ്രിട്ടീഷുകാരുടെ ബുദ്ധി. അവർക്ക് എന്ന് പറയുമ്പോൾ അവരുടെ കാര്യം അന്ന് കണ്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് ഓയിലിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. 10 പൈസയും കറണ്ട് ചിലവില്ല. അപ്പോൾ ആ ഫാക്ടറിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ മുകളിലൊരു തട്ടുണ്ട്. ആ തട്ടിൽ കാട്ടിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവരുന്ന കൊള്ളുന്നു, അതായത് തേയില നിരത്തിയിടും. തറയിലല്ല, സ്റ്റാൻഡിൽ ചാക്കിങ്ങനെ കണക്കാക്കാതെ വളരെ നൈസായിട്ട് ഇങ്ങനെ ഈ ഉള്ള വെച്ചിട്ടുണ്ട്. അതിൽ കൊണ്ടുവന്ന് നിരത്തിയിടും. ഈ തൊട്ടടുത്ത് കാണുന്ന അയർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന മെഷീൻ എന്ന് വെച്ചാൽ തേയില വറുക്കാനും ചൂടാക്കാനും വേണ്ടി. അതെടുത്ത കണ്ടോ, അയർലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന മെഷീനാണ് ഇത്. തേയില വറുക്കാനും ചൂടാക്കാനുള്ള ഇതാണല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. കാഴ്ചകൾ എൻ്റെ പൊന്നെ കണ്ണിനെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. പറയാണ്ടിരിക്കാൻ വയ്യ. പുതിയ പുതിയ അറിവാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് എനിക്ക് പുതിയ പുതിയ അറിവാണ് ഇതൊക്കെ. അത്രയും നീറ്റ് ആക്കിയിട്ടുണ്ടല്ലോ, നല്ല വൃത്തിയായിട്ടാണ് ക്ലീൻ ചെയ്തിരുന്ന. ഇത് 3 മെഷീനാണ്. 1, 2, 3. തേയില മേളില് ഉണക്കാൻ പാടാനിട്ടിട്ടുണ്ട്. അന്നത്തെ സംവിധാനം പഴയ കാലത്തുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ കൊട്ട് ഇതെന്തിനു കൊട്ടണമെന്ന് വെച്ചാൽ ഇത് കൊട്ടുന്ന തന്നെ കണക്കുണ്ട്. മുകളിലിരിക്കുന്ന ആള് ഇതാ ഈ കാണുന്ന പൈപ്പ് വഴി തേയില ഇവിടെ ഇടണം. ലീവ് ഇവിടെ ഇടണം. വരുമ്പോൾ ഇത് ചതയ്ക്കും. പൊടിയാൻ പച്ച തേയില ഒരിക്കലും പൊടിയില്ലല്ലോ. ചതച്ച് നമ്മൾ ഈ കാണുന്ന ടീപ്പോയിലോട്ട് കാറ്റ് കൊണ്ട് ഉണങ്ങി സെക്കൻഡ് മെഷീൻ, തേർഡ് മെഷീൻ ഇതിന് പൊടിപ്പിക്കും. ഇത് സെക്കൻഡ് മെഷീൻ, ഇത് തേർഡ് മെഷീൻ അല്ലേ? ഇതിലാണ് പൊടിപ്പിക്കുന്നത് അല്ലേ? ഇത് പൊടിപ്പിച്ച് അങ്ങ് മാറും. പിന്നെ ക്വാളിറ്റി തിരിക്കണക്കകത്താണ് അരിപ്പ് ഒരു ഉണ്ട്. അവിടെ ഉണ്ട് പല 25ഓളം ജോലിക്കാർ ഇവിടെ പണിയെടുത്തത്. ടർബൈൻ ഇല്ല, ടർബൈൻ സ്ഥിതി ചെയ്തേക്ക് അപ്പുറമാണ്. അപ്പം നമുക്ക് അതും കൂടെ കാണാം. ഓക്കെ ഓക്കെ. ബ്രിട്ടീഷുകാരും ഇവിടുന്ന് കണ്ടെടുത്തതെന്നുള്ള തെളിവൊന്നും വാ കണ്ടിട്ട് അതും കൂടെ കാണാം. ഇത് കെർലോസർ കമ്പനിയുടെയാണ്. പക്ഷെ എന്തിനാണ് ഈ ജനറേറ്ററിന്റെ കഥ പറഞ്ഞുതരാം. ആ ജനറേറ്ററിന്റെ മോട്ടറാണിത്.
അതെ നമ്മൾ ആ ഫ്രണ്ടിൽ കണ്ട അതേ ചക്രവും പൈപ്പാണ് വന്നിരിക്കുന്നത്. നേരെ ഇവിടെ വരും. ആ മലയിൽ നിന്ന് വെള്ളം വരുന്ന പൈപ്പാണ് അവിടെ ടർബൈൻ സ്ഥിതി ചെയ്തിരുന്നത്. കാര്യം വേസ്റ്റ് വെള്ളം ഒഴുക്കുവാനുള്ള സാലാണ് അന്ന് അവര് സൈബ് ചെയ്തു വെച്ചത്. കാര്യം ഈ ഫാൻ ഇവിടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ ഓട്ടോമാറ്റിക്കായിട്ട് മിഷനെല്ലാം പ്രവർത്തിക്കുന്നു. കാര്യം എല്ലാം ബെൽറ്റിലും ഫാനുമായിട്ട് ഇങ്ങനെ കറങ്ങുന്നത്. അതാണ് അവര് കറണ്ട് വെള്ളത്തിൽ നിന്ന് ഫാൻ കറങ്ങിയിട്ടുള്ള സംവിധാനം. ബ്രിട്ടീഷുകാരെ ഇവിടെ പോയ ശേഷം നിയമം നമ്മുടെ ഇന്ത്യൻ നിയമമാകുമ്പോൾ വനത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ല. അങ്ങനെ വന്നപ്പോൾ ജനറേറ്റർ. ഇനി ഈ സായിപ്പ് ഈ വെള്ളത്തിൽ നിന്ന് 500 വോൾട്ട് കറണ്ടും എടുത്തു. ഇത് നമ്മുടെ KFCയുടെ മേഡിനാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. അവരുടെ 200 ആംപിയർ 500 വോൾട്ട് കറണ്ടും ഇന്നും കംപ്ലൈന്റ് ഇല്ലാത്തൊരു വർഷത്രയെന്നറിയല്ല. ഇതാണ് അവരുടെ ജനറേറ്റർ. നമുക്കുള്ള റോഡിൽ ഇപ്പോൾ ഉണ്ട്. അതെ, എനിക്കിതിൽ കൂടുതൽ ഒന്നും പറഞ്ഞു തരാനില്ല കേട്ടോ. ഞാനിത് കേട്ടങ്ങ് എന്ത് പറയാനാണ്, ആകാംക്ഷയോടെ നിൽക്കുകയാണ്. എന്താണ് ഏതാണ് ഒരുപാട് എന്ത് പറയാ, കുറേ കാര്യങ്ങൾ, ഏറെക്കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി കാണാൻ കാഴ്ച തീരുന്നില്ല. ഉള്ളിലോട്ട് മുകളിലോട്ട് പോകാം കേട്ടോ. ഇത് നമ്മൾ 2 ഇല അത് എടുത്ത് തിരുത്തേല 3-4 പോയിട്ടുണ്ടെങ്കിൽ അറിയാം, കണ്ടിട്ടുണ്ടല്ലോ ചുരുണ്ടിരിക്കുന്ന തിരുത്തേല ഇതിൽ നിന്നാണ് അരിക്കുന്നത്. പൊടിച്ചു വരി വന്നരിക്കുന്നതാണത് അല്ലേ? തിരുത്തേല 2 ഇല എടുത്താണ് അത് ചെയ്യുന്നത്. 2 ഇല എടുത്ത് ചെയ്യുന്ന ആ തിരുത്തേല ഇതിൽ അടിച്ചാണ് എടുക്കുന്നത് അല്ലേ? ഇന്ന് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന പൊടിയുടെ വലിപ്പം അറിയത്തില്ല. തൊട്ട് നോക്കണം, ഇതിന്റെ ഹോൾ അറിയാമോ? ഇന്ന് വീട്ടിലൊക്കെ നമ്മുടെ ചായപ്പൊടി ഈ അരിപ്പിലാണ് അരിക്കേണ്ടത്. നമ്മുടെ വീട്ടിലൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ചെറിയ അല്ലേ? ഇങ്ങനെ ചരിക്കും, ഇത് മാത്രമേ ചരിക്കുന്നുള്ളൂ. ഇങ്ങനെ വീഴുന്നു. ഇനി ഇതിൽ നിന്ന് 8 തേയില ഇവിടെ നിന്ന് എടുക്കും. ഇതിൽ നിന്ന് തന്നെ ഈ ലീഫിൽ നിന്ന് അത് എങ്ങനെ എടുക്കും എന്ന് ചോദിച്ചാൽ ഇത് ആയിരിക്കുന്ന ബോർഡുകൾ ചെയ്യും. ഈ ബോർഡിനെ അങ്ങോട്ട് ഇത് ഇളക്കാൻ പറ്റും. ഓരോ ബോർഡുണ്ടല്ലേ? അപ്പൊ ആ ബോർഡിൽ ഓരോ സ്ഥലങ്ങളിൽ മാറ്റത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് ഇന്ന ക്വാളിറ്റി, അങ്ങനെ ഒരു പേരിന് ഓർത്തഡോക്സിന്റെ ആണ്. നല്ല യാതൊരു വിറവിട്ടത് പോയിട്ട് ധരിച്ചൊക്കെ എടുത്ത് റെഡിയാക്കണത് ഒരു മന്ത്രമില്ല. ഭയങ്കര മാറ്റമുള്ള കഴിഞ്ഞു. സത്യം പറയാമെങ്കിൽ എല്ലാം പറഞ്ഞു തന്നിട്ട് കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ പുതിയ അറിവൊന്നും എനിക്ക് പറഞ്ഞു തരാനും അറിയില്ല. എന്തായാലും ചേട്ടാ, ഇനി എവിടെയാണ് പോകേണ്ടത്? ഇനി നിങ്ങള് ഇവിടെ നിന്ന് ഇത്രയും നമ്മളെ ഈ ഫാക്ടറി കണ്ടു. അപ്പൊ ഇനി ദൂരോട്ട് പോയി ഈ കുളിക്കണമെങ്കിലും അല്ലെങ്കിൽ കുളിക്കടവിലേക്കും ബംഗ്ലാവ് ഇങ്ങനത്തെ സ്ഥലം ഫോട്ടോ സൈറ്റാണ്, അവിടെ പോയി ഫോട്ടോസ് എടുക്കണമെങ്കിലും ഹെലിപ്പാഡ് ഗ്രൗണ്ടിൽ പോകണമെങ്കിൽ പാസ് എടുക്കണം. പാസ് എടുത്ത് ഈ കമ്പനി വെച്ചേക്കുന്നത് ഒരു ദിവസത്തേക്ക് 200 അപ്പോൾ അത് നമുക്കത് കുഞ്ഞുങ്ങൾക്കെല്ലാം ഫ്രീ ആണ്. അവരെ മാത്രമേ ഒഴിവാക്കുന്നുള്ളൂ. പിന്നെ വാഹനത്തിനൊക്കെ ഉണ്ട്, പക്ഷെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വിടുന്നുണ്ട്. അവിടെ GP എടുക്കുമോ? അതും കൂടെ ചോദിച്ചു. GP ഉണ്ട്. നെറ്റ് എന്ന് പറയാൻ നിങ്ങൾ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ ഇത്രയും സ്ഥലത്ത് സൈഡിനകത്ത് ഒരു ഫോണും ചലിക്കില്ല. ഇവിടെ നിന്ന് ഒരു 150 മീറ്റർ പോയി കഴിഞ്ഞാൽ ഹൈ റേഞ്ച് എന്ന് പറയാം അല്ലേ ഏട്ടാ? അപ്പൊ പിന്നെ അതിനകത്ത് ഇവിടെ എയർടെൽ ഒഴിച്ച് ബാക്കി എല്ലാ ഫോണും ഉപയോഗിക്കാൻ പറ്റും. എയർടെലില്ല. അപ്പൊ ചേട്ടാ, ഒരുപാട് അറിവ് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ട് കേൾവി പോലും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ, നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊക്കെ പറഞ്ഞതിന് വളരെ വളരെ നന്ദിയുണ്ട് ചേട്ടാ. എന്നെ പ്രേക്ഷകർക്കും പറഞ്ഞു കൊടുത്തതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി അങ്ങോട്ട് പോട്ടെ. നമ്മുടെ തേയില ഫാക്ടറി കുറിച്ച് എല്ലാം ഏറെക്കുറെ അറിവ് കിട്ടി അല്ലേ? വീണ്ടും കണ്ടോ, ഇത് ഇപ്പോൾ എൻ്റെ അഡ്രസ്സും മറ്റുള്ള കാര്യങ്ങളും എഴുതി കൊടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് പോകാനുള്ള റൂട്ട് മാപ്പാണ് ഇത് തന്നിട്ടുള്ളത്. ഇവിടുത്തെ ചേട്ടൻ വരച്ച് തന്നിട്ടുള്ളതാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ് കേട്ടോ. ഈ വഴി നമുക്ക് 3 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട്. അപ്പം ആനയെ പേടിക്കേണ്ട, കുഴപ്പമില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് 3 കിലോമീറ്റർ സഞ്ചരിക്കേണ്ടതുണ്ട്. ഞാനിതാ പോവുകയാണ്. ഇവിടെ വന്നത് കേട്ടോ. അപ്പോൾ വണ്ടി എടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ റൂട്ട് നോക്കി
ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ കുറേ ദൂരം ഇങ്ങനെ നടന്നു വന്നപ്പോൾ എന്തായാലും 2 വീലറിൽ വരാനായിട്ട് വലിയ റിസ്ക്കാണ്. അപ്പം സ്കൂൾ വാൻ കിട്ടിയിട്ടുണ്ട്. ആ വാനിൽ ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ, നല്ല പേടിച്ചിട്ടുണ്ട്. നടന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ 2 വീലർ ആയതുകൊണ്ട് ഞാൻ കുറേ ദൂരം നടക്കാമെന്ന് ഓർത്ത്. അത്ര റോഡ് മോശമാണ്. തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അവിടുത്തെ വിഷ്വലൊക്കെ. ടാറ്റാ. ആ മല കണ്ടോ, അതാണ് പൊന്മുടി കേട്ടോ. ഞാൻ പൊന്മുടിയിൽ ഇതുവരെ പോയിട്ടില്ല. ഒത്തിരി പ്രാവശ്യം പോകണമെന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലം തന്നെയാണ് പൊന്മുടി. ഇതേ കണ്ടോ, ആ ഏറ്റവും ടോപ്പിൽ കാണുന്ന മലയാണ്. അപ്പം മാഡം വാട്ടർഫാൾസ് കേട്ടോ. വാട്ടർഫാൾസിലായിട്ട് നമ്മൾ പോയിട്ടില്ല. എല്ലാം ചീവിടിൻ്റെയും കുരങ്ങിൻ്റെയും ഒക്കെ സൗണ്ടായിട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നല്ല പേടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നല്ല ഉരുളം കല്ലുകൾ, അതേ കല്ല് കാണിച്ചു കൊടുത്തേടാ, ഇതുപോലത്തെ കല്ലുകളാണ് ഏറെക്കുറെ റോഡിലുള്ളത് കേട്ടോ. അപ്പോൾ എനിക്കെന്ത് പറയാനാണ്, ഭയങ്കര റിസ്ക്കാണ്. ട്രെക്കിങ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും കേട്ടോ. എന്തായാലും ആരെയും കാണാനില്ല, നല്ല പേടിയുണ്ട്. കുരങ്ങ് ശല്യമുണ്ട്. കുരങ്ങിനെ നമുക്ക് പേടിയില്ല, ആന നല്ലതുപോലെ ശല്യമുണ്ട്. വാട്ടർഫാൾസ് കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകാം കേട്ടോ. അപ്പോൾ മാഡം വാട്ടർഫാൾസ്, ആ പോസ്റ്റർ ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേ. ഇതേ കണ്ടോ, ഇവിടെ നിന്നാണ് നമുക്ക് ഇനി ഇത്രയും ദൂരം. എന്ത് പറയാനാണ്, നടപ്പാതയാണ്. വഴി ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, ഇത് വഴിയാണ് പോകേണ്ടത് കേട്ടോ. ഇനി അവിടെ ആളുണ്ടോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ഈ വഴി ഞാൻ നടന്ന് നീങ്ങുകയാണ്. അപ്പം തേയില കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം എന്തായാലും. ഇത് കണ്ടോ, ഇതാണ് തേയില ചെടി കേട്ടോ. ഇതിൻ്റെ കുരുന്ന് കണ്ടോ, ഈ കുരുന്നാണ് നമുക്ക് തേയിലയായിട്ട് കിട്ടുന്നത് കണ്ടോ. ഇതാണ് തേയില ചെടി. കുറേ ദൂരം നടന്ന് ഉൾക്കാട്ടിലൂടെ കേട്ടോ, വണ്ടി ഇങ്ങോട്ടൊന്നും വരത്തില്ല. കുറേ ദൂരം നടന്ന് ഞാൻ ഉൾക്കാട്ടിലൂടെ എത്തിയിട്ടുണ്ട്. വാട്ടർഫാൾസ് ഇങ്ങോട്ടാണെന്ന് തോന്നുക. അതെ, നമുക്ക് അവിടെ നിന്ന് ആ ചേട്ടൻ ആദ്യം റൂട്ട് മാപ്പ് തന്നല്ലോ, അതനുസരിച്ചാണ് വന്നിട്ടുള്ള വഴി. ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ റൂട്ട്. കാരണം എന്തെന്നറിയാമോ, അത്ര പേടിച്ച് പോയി. നല്ല എനിക്ക് എന്ത് പറയാനാണ്, നല്ല പേടി ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇതുവഴിയാണ് ഇത് താഴെ ഇറങ്ങേണ്ടത്. ഇവിടെ ആരും കാണാനില്ല, എല്ലാം നിശബ്ദതയോടുകൂടെ ഇരിക്കുകയാണ്. ഇതുവഴിയാണ് താഴെ ഇറങ്ങേണ്ടത്. ദൂരം നടന്നു വന്നപ്പോൾ ഒരു ഗുഹയുടെ വലിപ്പത്തിലുള്ള പാറ കേട്ടോ. അതിനടിയിൽ ഫുഡൊക്കെ വെച്ച് കഴിക്കാൻ ഞാൻ തിരിച്ചു പോകുമ്പോൾ കാണിക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് നോക്കിക്കോ. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ ആയിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് താഴോട്ട് ഇറങ്ങാം. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് താഴെ ഇറങ്ങാം. സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പുണ്ട്. ഇവിടെ നിന്നാണ് ആൾക്കാർ ഈ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം ആസ്വദിക്കാനും കുളിക്കാനും ഒക്കെ വരുന്നത്. സത്യം പറഞ്ഞാൽ ആരെയും കാണാനില്ല, ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ മാത്രമേ ഉള്ളൂ. നല്ല പേടിയാണ്. ഏതാണ്ട് ഒരു ഗുഹയ്ക്കകത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. പ്രകൃതി ഭംഗിയൊക്കെ ഓക്കെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്കെന്തോ പേടി തോന്നുക. കണ്ടോ, ഇതൊക്കെ കാഴ്ചകൾ കാണാൻ ഒത്തിരി ആൾക്കാരുമായിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നു. വീണ്ടും പറഞ്ഞു പോവുകയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ പറയാം. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ആനയും ഒക്കെ ശല്യമുള്ള ഒരു ഫോറസ്റ്റ് ഏരിയയിൽ വരുമ്പോൾ കൂട്ടത്തോടെ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുക.
ഈ വെള്ളം കാണിച്ചു കൊടുക്കും. ആ മലയുടെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കണ്ടോ, അത് വഴി ദേ ഒഴുകുന്ന ആ സ്ഥലത്തൂടെ ഒഴുകിയാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് ഒരു 3-4 വണ്ടി ആൾക്കാർ കുളിച്ച് പോയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഞാനിവിടെ വന്നപ്പോഴേക്കും ആൾക്കാരെല്ലാം പോയിട്ടുണ്ട്, ആരെയും കാണാനില്ല. അപ്പോൾ വലിയ പാറക്കെട്ടുകളുടെ ഇടയിലൂടെയാണ് ഈ വെള്ളം ഒഴുകി. മഴയൊക്കെ വരുമ്പോൾ ഒത്തിരി വെള്ളപ്പാച്ചിലുണ്ട്. ഇപ്പം അത്രത്തോളം ഇല്ല. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. ഉൾക്കാട്, സാഹസികമായ യാത്ര, പിന്നെ കാണാ കാഴ്ചകൾ, കിളികളുടെയും പക്ഷികളുടെയും നമ്മുടെ എന്ത് പറയാനാണ് കുരങ്ങന്മാരും ഒക്കെയുള്ള ആ ചിലിച്ചിലിപ്പും ഒക്കെ സൗണ്ടും ഒക്കെ കേട്ട് ആസ്വദിച്ച് നമുക്ക് നടക്കാം. അത്രയാണ്. ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ഇറങ്ങാണ്ട് പോവുക? അപ്പം എൻ്റെ മൈ ഗോഡ്, കാണാനായിട്ട് എന്ത് പറയാനാണ്. ഇവിടെ 4 വാട്ടർഫാൾസ് ഉണ്ട്. ഇത് മാത്രമല്ല, കുറച്ച് മാറി കഴിഞ്ഞാൽ എന്തായാലും അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഞാൻ ഫസ്റ്റ് കണ്ട വാട്ടർഫാൾസ് ഇതാണ്. ഇത് നിങ്ങളുടെ ഷെയർ ചെയ്യാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ്. എന്തായാലും ഞാൻ ഇച്ചിരി നേരം ഇവിടെ ഇറങ്ങാൻ പോവുക. ഇവിടെ വരെ വന്നിട്ട് എങ്ങനെ ഇറങ്ങാണ്ട് പോവുക? ഇനി ചെല്ലുന്നുണ്ട്. പതുക്കെ വരുന്നവർ പതുക്കെ ശ്രദ്ധിച്ച് ഇറങ്ങുക. നല്ല ഐസ് പോലെ തുടക്കുകയാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ഈ വെള്ളത്തിൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഇത് മഴവില്ല് കണ്ടോ, ആ പാറയുടെ കണ്ടോ, ആ പാറയുടെ ആ ഭാഗത്തൊന്ന് കാണിച്ചു കൊടുത്തേടാ. കണ്ടോ, മഴവില്ലാണത്. നിറങ്ങൾ കണ്ടോ, വയലറ്റും ചുവപ്പും മഞ്ഞ 7 നിറം അവിടെ ഉണ്ട്. ഞാൻ എന്തായാലും അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഇവിടെ ഈ വെള്ളത്തിൻ്റെ അടുത്ത് നിന്നപ്പോൾ ഒരു പേടിയും തോന്നുന്നില്ല. പക്ഷേ എന്ത് പറയാൻ, ആരും കാണാനില്ല എന്നുള്ളത്. ഇവിടെ കപ്പിൾസ് മീൻസ് പ്രണയ ജോഡികളൊക്കെ പേരൊക്കെ വന്ന് എഴുതി വെച്ചിട്ടുണ്ട് കല്ലിൽ. എല്ലായിടത്തും പോകുമ്പോൾ അവർ കാണും. ഞാൻ ഓർക്കും ഇപ്രാവശ്യം ഇവിടെ കാണുള്ളൂ, പക്ഷെ അവരെ ആരും ഇവിടെ കണ്ടിട്ടില്ല. നല്ല രസവും കേട്ടോ, പറയാണ്ടിരിക്കാനില്ല. നല്ല തണുപ്പാണ് കേട്ടോ. അതിന് നേരെ നിന്ന് ടൈം പാഴാക്കുന്നില്ല. കാരണം നമുക്കിനി ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. 3 കിലോമീറ്റർ താണ്ടിയേ നമുക്ക് മെയിൻ കോഴ്സിൽ എൻട്രി പാസ് എടുത്ത് അവിടെ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് മാത്രമല്ല, ഉൾക്കാടാണ്, റോഡ് ഒത്തിരി മോശമാണ് കേട്ടോ. എന്തായാലും അതുകൊണ്ട് അധികം നിന്ന് താമസിക്കുന്നില്ല, ഞാനത് പോവുകയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. എന്തായാലും വാട്ടർഫാൾസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി തിരിച്ചു പോണ റിസ്ക്കേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടമായോ? വരിക, കൂട്ടത്തോട് വരിക, ഒറ്റപ്പെട്ട് വരാണ്ടിരിക്കുക. എൻ്റെ ഒരു റിക്വസ്റ്റാണ്. കാരണം അത്ര സേഫ് അല്ല. നമ്മൾ ആനയൊക്കെ കാണും, ആനപ്പിണ്ടമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സേഫ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്ത പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. കൂടെ വന്നോളൂ കേട്ടോ.